ഹായ്, ഇന്ന് നമ്മൾ കക്കാടംപൊയിലാണ് കേട്ടോ ഉള്ളത്. അവിടെ സ്വർഗ്ഗക്കുന്നും കുരിശുമലയും കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളെ യാത്ര. അപ്പോൾ അങ്ങോട്ട് കയറി പോണ വഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. ഭയങ്കര കയറ്റുള്ള വഴിയാണ്. പക്ഷേ ഇവിടുന്ന് ടാക്സി സർവീസ് ഉണ്ട്. ജീപ്പ് ഒരാൾക്ക് 50 രൂപയാണ് കേട്ടോ ഈടാക്കുന്നത്. അങ്ങനെ നമ്മൾ കുന്ന് കയറാൻ വേണ്ടിയിട്ട് പോണ റൂട്ടിൽ കാണുന്ന ഫസ്റ്റ് കാണുന്ന വ്യൂ ആണ് കേട്ടോ അത്. പിന്നെ നമ്മളിത് ഈ വ്യൂ കാണുന്നതോട് കൂടി തന്നെ നമ്മൾ ഈ സ്വർഗ്ഗക്കുന്നുമ്മക്ക് എത്തിപ്പെടുകയാണ്. അപ്പോൾ ഈ സ്വർഗ്ഗക്കുന്നിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് പേരിട്ട പോലെ തന്നെയാണ് കേട്ടോ. അതിൻ്റെ മേലെ കയറിക്കഴിഞ്ഞാൽ ഒരു സ്വർഗം തന്നെയാണ്. ഈ കാണുന്നത് കുരിശുമലയാണ് കേട്ടോ. സ്വർഗ്ഗക്കുന്നിൻ്റെ മേലെന്ന് നോക്കിയാൽ കാണുന്നതാണ് കുരിശുമല. അപ്പോൾ കുരിശുമലമ്മക്കാണ് കൂടുതലും ആളുകൾ ഇന്ന് കയറുന്നതായിട്ട് ഞാൻ കണ്ടത്. പിന്നെ നമ്മൾ ഈ മലമ്പിൽ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ 2 മലമ്മക്കും ഒരുമിച്ച് കയറുക എന്നുള്ളൊരു കാര്യം ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ സ്വർഗ്ഗക്കുന്നുമ്മ കയറി കഴിഞ്ഞാൽ നമുക്ക് കുരിശുമല അവിടെ നിന്ന് തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. സ്വർഗ്ഗക്കുന്നിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വലിയ പാറകളാണ്. ഒരുപാട് പാറകളുണ്ട്. അതിൻ്റെ മേലേക്ക് സാഹസികമായിട്ട് തന്നെ നമുക്ക് കയറിപ്പോകാൻ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ മേലെ കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട്. എൻ്റെ കൂടെയും കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അന്ന്. അങ്ങനെ ഞങ്ങളതിൻ്റെ മേലെ ഏറ്റവും മുകളിൽ കയറി. അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല കോടമഞ്ഞുണ്ടാവും. ഇന്ന് കോടമഞ്ഞ് കുറവാണ്, എന്നാലും കോട വലിയ കമ്മിയൊന്നുമില്ല. നല്ല തണുപ്പാണ് കേട്ടോ. അവിടെ കയറി കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. കയറിയ ആളുകൾക്കത് അറിയുമായിരിക്കും, പക്ഷെ നല്ല തണുപ്പാണ്. പിന്നെ അവിടെ നിന്ന് കാണുന്ന വ്യൂ ഉണ്ടല്ലോ, നമ്മുടെ മനസ്സിന് വളരെയധികം ഒരു സന്തോഷം തരുന്ന ഓരോ കാഴ്ചകളാണ് അന്ന് കാണുന്നത്. ഫുള്ള് മലകളാൽ ചുറ്റപ്പെട്ടിട്ടാണ് അവിടെ കക്കാടംപൊയിലിൻ്റെ ഈ സ്വർഗ്ഗക്കുന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുക. അപ്പോൾ നേരം കിട്ടുമ്പം എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ അവിടെ പോകട്ടോ. പിന്നെ അവിടെ എല്ലാ മലമ്മലും കയറാൻ കഴിയുന്നവർ എല്ലാ മലമ്മലും കയറിയിട്ട് പോരണം. അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് അതിന്മേൽ കയറുന്നത്. ഈ പാറൻ്റെയൊക്കെ മുകളിൽ ഒരുപാട് ആളുകൾ കയറുന്നതായിട്ട് ഞാൻ കണ്ടു. ഭയങ്കര അപകടം കുടിച്ച വഴിയാണ് അങ്ങോട്ട് പോകുന്നതൊക്കെ. അപ്പം എല്ലാവരും അവനവൻ്റെ സേഫ്റ്റി കരുതും വേണം. അതായത് പിന്നെ ഈ കാണുന്ന കുന്നുണ്ടല്ലോ, അത് കുരിശുമലയാണ്. കുരിശുമല ഇതിൻ്റെ മേലെന്ന് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. പിന്നെ അപ്പുറം വയനാടും പിന്നെ കോഴിക്കോടൊക്കെയാണ് ആ കാണുന്ന ഭാഗങ്ങളെന്ന് തോന്നുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഭാഗങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മേലത്തെ പാറമ ഇരിക്കുമ്പോൾ ഭയങ്കര കാറ്റാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. നമ്മുടെ ഈ ഇത്ര ചുറ്റുവട്ടത്തിൽ തന്നെ ഇങ്ങനെ ഒരു കാലാവസ്ഥയുള്ള ഒരു സ്ഥലം നമുക്ക് മനസ്സിന് ഭയങ്കര അത്ഭുതമായിട്ട് തന്നെ തോന്നും. പിന്നെ ധാരാളം റിസോർട്ടുകളുണ്ട് കേട്ടോ. അവിടെ ഒരുപാട് റിസോർട്ടുകളുണ്ട്. അപ്പോൾ 700 രൂപ മുതൽ 3000 രൂപ 5000 രൂപ വരെയുള്ള റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ഒരാൾക്ക്. ഈ മലമുകളിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഒരുപാട് മലകൾ ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആ മലകളൊക്കെ കോടമഞ്ഞുകൊണ്ട് മൂടി കിടക്കുകയാണ് കേട്ടോ. കാരണം നമ്മളൊരു 3 മണി 3:30 4 മണി സമയത്താണ് ഈ മലമുകളിൽ കയറി. അപ്പം മഞ്ഞ് വരുന്നതിൻ്റെ മുന്നേയായിട്ട് നമ്മൾ ഇതുമെന്ന് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വീഡിയോയിൽ കോട കുറേ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ബായ്.